ഹലോ മച്ചന്മാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. ടർബോയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ബുക്കിംഗ് ബുക്ക് മൈ ഷോയിലൂടെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ബുക്ക് മൈ ഷോയിൽ ഇന്നലെ തന്നെ പല സ്ഥലങ്ങളിലും തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് സജീവമാവുന്ന ഒരു കാര്യമാണ്. ഇന്നലെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ എറണാകുളം അല്ലെങ്കിൽ കൊച്ചിയോ അങ്ങനെ ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ലിസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടർബോ ഉണ്ട്. ടർബോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബുക്ക് ടിക്കറ്റ്സ് ഉണ്ട്. നമ്മൾ സാധാരണ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ എറണാകുളത്ത് ഷേണായിസിൽ ഇപ്പോൾ സിനിമയ്ക്ക് ഷോസ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 9ഓളം ഷോകളാണ് ഇപ്പോൾ ചാർട്ട് ചെയ്തേക്കുന്നത്, അതായത് 7 ദിവസം മുമ്പ്. സിനി പോളീസിൽ ഏകദേശം അതേപോലെ തന്നെ 10 ഷോസ് ചാർട്ട് ചെയ്തു. അതേപോലെ സെൻട്രൽ സ്ക്വയർ മാളിൽ 5ഓളം ഷോകൾ, വരാപ്പുഴയിൽ ഏകദേശം 8 ഷോകൾ, മാതാ മാധുര്യ ആലുവയിൽ 5 ഷോ, കരിയാട് റെഡ് കാർപ്പറ്റിൽ 5 ഷോ, അതേപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ചെറായിൽ 6 ഷോ, അങ്കമാലി KSRTC കോംപ്ലക്സിലുള്ളിടത്ത് 5 ഷോ. ഇത്രയാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ വരാപ്പുഴയിൽ ഫസ്റ്റ് 9 മണിക്കാണ് ആദ്യ ഷോ പറഞ്ഞിരിക്കുന്നത്. 9 മണിയുടെ ഷോ ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കുന്നു. അതേപോലെ നൈറ്റ് 9 മണിയുടെയും ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ഏതാനും കുറച്ച് സമയങ്ങളായിട്ടുള്ളൂ സിനിമയുടെ എറണാകുളമൊക്കെ ഓപ്പൺ ആയിട്ട്. അതേപോലെ തന്നെ ഷേണായിസിലോ രാത്രി 8:15 ഷോയും ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും ഈ സിനിമ തുടങ്ങുന്നത് ഇപ്പോൾ 9:15 9 മണിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 8:30 ഉണ്ടാകുമെന്നുള്ളതൊക്കെ ഫാൻ ഷോസ് ഉണ്ടാകുമെന്നൊക്കെ അറിഞ്ഞു. അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഇനിയും വരാനുണ്ട്. അതുപോലെ തിരുവനന്തപുരം ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഈ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരത്താണ് ബുക്ക് മൈ ഷോയിൽ നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിഞ്ഞത്. അതുകൂടാതെ പേടിഎമ്മിൻ്റെ ഇതിലുള്ള ബുക്കിങ്ങിലൊക്കെ നേരത്തെ തന്നെ ഈ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആരൊക്കെയാണ് സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്തായാലും പലരും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊരു അറിയിപ്പായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ് വേറൊരു കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. താങ്ക് യു ബ്രോസ്.